ഇത് കണ്ടില്ലേ, 2 ഗ്രോ ബാഗ് നമുക്ക് കൈ വെച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ടെറസിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മണ്ണില്ലാ കൃഷി വിജയകരമോ അതോ പരാജയമോ? ബാംഗ്ലൂർ, ഡൽഹി, അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ളവർക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കിട്ടാനില്ല. അവർക്ക് പ്ലാന്റ്സ് ഒക്കെ നടാനും കൃഷി ചെയ്യാനുമുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ മണ്ണ് ഭയങ്കര വില കൂടുതലാണ്, അവർക്ക് ചെയ്യാനും കിട്ടുന്നതുമില്ല. ഓക്കെ, അങ്ങനെ പലരും നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങളുടെ ഈ മണ്ണില്ല, ബാക്കി ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, മണ്ണില്ലാ കൃഷി എന്നും പറഞ്ഞുകൊണ്ട്. അത് വിജയിച്ചോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടന്ന് എങ്ങനെയാണ് അത് ചെയ്തത്, അതുപോലെ തന്നെ അത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്നുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതല്ലേ. എബിനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് നട്ടത് നമുക്ക് ആ ചെടി നമുക്ക് രക്ഷപ്പെട്ടോ, അതിനകത്ത് വല്ലതും പിടിച്ചോ അതോ നശിച്ചു പോയോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ മണ്ണില്ലാ കൃഷിയിലെ വെണ്ടയ്ക്കാണ് ഈ നിൽക്കുന്നത്. കണ്ടോ, ഞാനൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലേ, അത് നമ്മൾ പിന്നെ മണ്ണധികം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് താന്നു പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പൊക്കെ ഇങ്ങനെ കുത്തി കെട്ടിയൊക്കെ കൊടുക്കണം. കണ്ടോ, അതിനകത്ത് പിടിച്ച് നിൽക്കുന്നതായ കൊമ്പൻ വെണ്ട. അന്ന് ഞാൻ കൊമ്പൻ വെണ്ടയായിരുന്നു നട്ടത്. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഞാൻ അതിനകത്ത് നിന്ന് എടുത്തു. അപ്പം ബാക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഇവൻ വരാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവ് കിട്ടുന്നതായിരിക്കും. നമ്മൾ വേണ്ടതായ കെയർ കൊടുക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം വിളവൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഇന്ന് വരെ മണ്ണിട്ടിട്ടില്ല. പിന്നെ ഞാനകത്ത് അന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ, ജൈവ സ്ലറികളൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പിന്നെ വളമോ ഒന്നും കരിയിലോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇടണം കേട്ടോ, എങ്കിലും മാത്രമേ അത് നല്ലതുപോലെ ഉറച്ച് നിൽക്കത്തുള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ ആടി പോകും. ഇങ്ങനെ ഒരു കമ്പൊക്കെ കുത്തി കൊടുക്കണം, എന്നിട്ട് കെട്ടിയൊക്കെ കൊടുക്കണം. ഞാൻ ആ പച്ച ഗ്രോ ബാഗിൻ്റെ വള്ളി തന്നെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിനധികം വെയിലത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മണ്ണില്ലാ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ ഗ്രോ ബാഗ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ടെറസിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം പാഷൻ ഫ്രൂട്ടൊക്കെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് നല്ല കായും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ടില്ലേ, മേലോട്ടൊന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ കായകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. പഴുത്തിട്ടില്ല, അതിന് കുറച്ച് സമയമെടുക്കും. ഇപ്പം വെണ്ടയ്ക്കാണല്ലോ പറയുന്നത്. അപ്പം ഈ വെണ്ടയ്ക്കൊക്കെ ഈ വെണ്ട നമ്മൾ ഏതാണോ വയ്ക്കുന്നത് അതിന് അധികം വെയിൽ തട്ടാത്ത രീതിയിൽ, എങ്കിൽ വെയിലും വേണം, ആ രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന് നമ്മളെ കരിയിലയും വളമൊക്കെ താഴ്ന്ന് പോകുമല്ലോ. ഇതിപ്പം കരിയിലയൊക്കെ ആകുമ്പോൾ അങ്ങ് പൊടിഞ്ഞ് അങ്ങ് താഴെ പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് വേണം, വീണ്ടും നമ്മൾ ഇതേപോലെ കരിയിലയോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറാണോ എന്ന് വെച്ചാൽ വളങ്ങളും കമ്പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ കാറ്റത്തൊന്നും ചാഞ്ഞു പോകാതെ നിൽക്കുകയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ കാറ്റത്തൊക്കെ അതിന് പിന്നെ മണ്ണൊന്നുമില്ലല്ലോ അധികം പിടിച്ച് നിൽക്കാനായിട്ട്, ഈ വേസ്റ്റിനകത്ത് മാത്രമാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒരു കയറൊക്കെ കമ്പൊക്കെ കൊടുത്തിട്ട് ഒരു ഊന്നുവടിയൊക്കെ വെച്ചിട്ട് അതിനൊന്ന് കെട്ടി, അല്ലെങ്കിൽ ഒന്ന് മുകളിലോട്ട് പന്തലിലോട്ട് ഒന്ന് കെട്ടി നിർത്തിയിരുന്നാൽ ഇത് നമുക്ക് ബലവത്തായിട്ട് നമുക്കതിൽ നിന്ന് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇത് എല്ലാം വളം തന്നെയാണ്, എങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജൈവവളം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഞാനിത് കാണിച്ചത് പിന്നെ കുറേ പേർക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. കാരണം പ്രായമുള്ള ആൻറ്റിമാരൊക്കെ ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ടെറസിലോട്ടൊക്കെ കൊണ്ടുപോകാനും ടെറസിൽ പിന്നെ സ്റ്റെപ്പൊക്കെ കയറി കൊണ്ടുവരാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മിനി ഇപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറും അതുപോലെ തന്നെ കമൻറ്റിലും ഒക്കെ എഴുതാറുണ്ട്. അപ്പം നിങ്ങളും വയ്യാത്തവർ, നടുവിന് വേദനയൊക്കെ ഉള്ളവർ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. വെണ്ട കൃഷി മാത്രമല്ല കേട്ടോ, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ നടാവുന്നതേ ഉള്ളൂ. എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ കയറൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അവരെ ഒന്ന് ശ്രദ്ധിച്ച് അത്യാവശ്യം കെയറൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ മണ്ണില്ലാ കൃഷി വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ മണ്ണില്ല എന്ന് കരുതി ആരും വിഷമിക്കില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മണ്ണില്ലാ കൃഷിയുടെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം, അതൊന്ന് കണ്ടു നോക്കൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത്, ഒരു കാലിയാണ്, കണ്ടല്ലോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു പൈപ്പ് ആദ്യമേ അങ്ങോട്ട് വെക്കുക. പൈപ്പ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് കരിയില, നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്നതായ പൊടിഞ്ഞ കരിയിലയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് പൊടിഞ്ഞ് കിടക്കുകയാണ് കരിയിലയൊക്കെ. അപ്പോൾ ആ കരിയില നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
ഈ പച്ച ഗ്രോ ബാഗിനകത്ത് ഈ വള്ളി ഇങ്ങനെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പിന്നെ ഹോള് അവിടെ കിട്ടിയിട്ട് നമുക്ക് തൈയൊക്കെ നട്ടു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ 4 ചുറ്റിനും നമുക്ക് കരിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് വേണമെന്നറിയാമോ, നമ്മുടെ റിംഗ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, റിംഗ് കമ്പോസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റും നമ്മുടെ ആട്ടിൻ കാഷ്ടവും എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് കൊണ്ടിടാം. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊണ്ടിടാം. അപ്പോൾ അതിൽ നിന്ന് എടുത്തതായ കമ്പോസ്റ്റാണിത്. ഇത് നമുക്ക് കുറേശ്ശെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഒക്കെ ഇല്ലാത്തവർ കിച്ചണിലെ വേസ്റ്റുകൾ മാത്രം മതി. നല്ല അടിപൊളി കമ്പോസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലെയറായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കണം. ഇതിന് പകരം നമുക്ക് ഇവിടെ കമ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് നമുക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ തടിയോ കമ്പോ അതുപോലെ തന്നെ വലിയ പൈപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് അതെന്ത് വേണമെന്നുണ്ട് വെച്ചാൽ ഒരു ഹോൾ വേണമെന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ നടുക്കുള്ളതായ വള്ളി നമുക്കിങ്ങനെ ഇനി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ പടർന്നു പോകാനുള്ള എന്തെങ്കിലും ആണ് നടന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി ഇനി പുറത്തോട്ട് കിടന്നാൽ അതൊരു സൗകര്യമായിരിക്കും. അപ്പം വീണ്ടും നമുക്ക് ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊടിഞ്ഞ കരിയില നോക്കി ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കരിയിലൊക്കെ നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുമ്പം തന്നെ നമ്മൾ അതിൽ വരുന്ന വേസ്റ്റൊക്കെ ഒരിടത്ത് കൊണ്ടിടാമെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിഞ്ഞങ്ങ് കിട്ടിക്കോളും. ഉണങ്ങിക്കിടക്കുന്ന കരിയില നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞോളും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലെ വേസ്റ്റ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചേക്കും. ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കും. മുട്ടത്തോടുമൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ അതും കൂടെ നമുക്കതിനകത്തോട്ട് പൊടിച്ച് അങ്ങ് ചേർക്കാം. ഇപ്പം തേയിലച്ചണ്ടിയുണ്ട്, മുട്ടത്തോടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഉള്ളിത്തൊലി എല്ലാം നമുക്കതിനകത്തോട്ട് ഇടാവുന്നതേ ഉള്ളൂ. അതിനകത്ത് അന്നന്ന് വരുന്ന ചാരം കുറച്ചുണ്ട്. അപ്പം നമ്മൾ ഓരോ ലെയർ ഇട്ട് വരികയാണ്. അപ്പോൾ അതിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടെ നമുക്ക് തളിച്ചു കൊടുക്കാം, കുറേശ്ശെ വെള്ളം. ഇപ്പം നിങ്ങൾക്ക് കരിയില ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പഴയ ന്യൂസ് പേപ്പറോ വൈൻഡ് വെട്ടിയുടെ എന്തെങ്കിലും ഇതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നുള്ളി കീറിയൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ കരിയില ഇട്ട് കൊടുക്കാം. പച്ചില ഉണ്ടെങ്കിൽ പച്ചില വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഈ ഇലയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ന്യൂസ് പേപ്പർ ഇടാൻ പറയുന്നത്. ന്യൂസ് പേപ്പർ ഇടുമ്പോൾ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ മുകളിലോട്ട് 2 പിടി ചകിരി ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം പച്ച ഗ്രോ ബാഗ് വേണമെന്നില്ല, ഏതെടുത്താലും മതി. വെള്ള ഗ്രോ ബാഗോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ച് വരുന്ന കരിയില ഒന്നും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കേട്ടോ. ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ടെറസിലൊക്കെ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ഇല്ലാതെ ഇത് അങ്ങ് എടുത്ത് മേളിൽ കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും. ഇപ്പം മുകൾ ഭാഗത്ത് വരുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കമ്പോസ്റ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴക്കം ചെന്ന് നോക്കി എടുക്കുക. നേരത്തെ ഇരിക്കുന്ന കമ്പോസ്റ്റുകൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. മതി, ഇത്രയൊക്കെ മതി. ഇനി നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ചൊക്കെ കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കണം. വീട്ടിൽ നമ്മുടെ വേസ്റ്റുകളൊന്നും ഇനി നമ്മൾ വെറുതെ വലിച്ച് എറിഞ്ഞ് കളയരുത്. എല്ലാം നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൈപ്പിഞ്ഞ് ഊരിയെടുക്കുക. ഒന്ന് കറക്കി എടുത്തിട്ട് ഊരിയെടുക്കുക. കണ്ടോ? അപ്പം നമ്മുടെ വള്ളി നമുക്കിഞ്ഞ് കിട്ടും.
അതിനകത്തൊരു ഹോളും കിട്ടും. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്തുവേണമെന്നറിയാമോ, അപ്പോൾ ഈ ഹോളിനകത്തോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി എന്ന് വെച്ചാൽ തണലത്ത് കിടന്ന ചാണകമാണിത്. അതും ലെയറായിട്ട് ഇച്ചിരി ചകിരി ചോറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സ്വല്പം ചാണകം കൂടെ അതിനകത്ത് ഇട്ടിട്ട് നമുക്കതിന് ഇതിനകത്താണ് നമ്മൾ തൈ നടുന്നത്. അത് നമ്മൾ ഇതുവരെയും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് തൈ എടുത്തുകൊണ്ട് വന്ന് അതിനകത്തോട്ട് നടാം. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു വെണ്ട തൈയാണ് അത് നടുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കത് നട്ടു കൊടുക്കാം. കുറച്ച് അതിനകത്തോട്ട് താഴ്ത്തി വയ്ക്കാം. എന്നിട്ട് മുകളിലോട്ട് കുറച്ചുകൂടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. ഇത് 2 ദിവസം തണലത്ത് വെച്ചേക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് വെയിലത്ത് വയ്ക്കാം. നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ മണ്ണില്ല കൃഷി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. അപ്പം വെയിറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വയ്യാത്തവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നല്ലതുപോലെ വളർന്നു വരും. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിനകത്ത് മുളക് വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിനകത്ത് അപ്പം വെണ്ടയും നട്ടു. നമുക്കിവിടെ ഇഷ്ടംപോലെ മണ്ണുണ്ടായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ മണ്ണില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷി രീതി കാണിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതായ കോളിഫ്ലവറിൽ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊമ്പുകൾ വരുമെന്നും അത് ഒടിച്ച് നടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറേ പേര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഒടിച്ച് കഴിഞ്ഞ് നട്ടിട്ടും വീണ്ടും വീണ്ടും പിന്നെ ഇതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേളിലോട്ട് ഒരെണ്ണം വലുതായിട്ട് വന്നിട്ടുണ്ട്. അതായിട്ട് ചെറുതായിട്ട് പൂവൊക്കെ വരാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒടിച്ച് നടാം കേട്ടോ. മണ്ണിലാണെന്നെങ്കിലും ഗ്രോ ബാഗിനകത്തോ ചാക്കിനകത്തോ ഒക്കെ കൊണ്ട് നടാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് നട്ടാലും നമുക്കത് നോക്കാനും ശ്രദ്ധിക്കാനും ഉള്ള ഒരു ഇതും കൂടെ വേണം, ക്ഷമയും കൂടെ വേണം. അപ്പോൾ ഇത് ഞാൻ പറിച്ച് നട്ടത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ എത്രത്തോളം വളർന്നു എന്നുള്ളത്. അപ്പം നിൽക്കുന്നുണ്ടല്ലേ, എന്ത് ആരോഗ്യത്തോടെ നമ്മൾ ആദ്യം നട്ടതിനേക്കാൾ നല്ല ആരോഗ്യത്തോടെയാണ് ഇത് വളർന്നു വരുന്നത്. ഇപ്പോൾ ഞാൻ ലൈനായിട്ട് ഇങ്ങനെ ഒരു 5-6 മൂട് കൂടെ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണിലും കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. നല്ലതുപോലെ വരുന്നുണ്ട്. ഇത് തണുത്ത വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ തണുത്ത വെള്ളമൊന്നും ഒഴിച്ചില്ല. നമ്മുടെ മേളിലെ ടാങ്കിലെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ വരുന്നുണ്ട്. അമ്മൂളെ, ഇതെന്തു അമ്മു ഇത് കാണിക്കുന്നേ? അങ്ങയല്ലാന് അപ്പുമുനെ സർക്കസിൽ ആടുകളെ എടുക്കുമെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ വിടായിരുന്നു. അപ്പുവേ, അമ്മുക്കുട്ടി, അമ്മോ എന്തേ അമ്മോ? അപ്പു ഷേക്കാൻ്റെ വരുമോ? അപ്പുവിന് പൊങ്ങാൻ പറ്റുമോ? അപ്പു പോവാന്നല്ലേ അപ്പു? ആ ആ ആ അമ്മ വിളിക്കുന്നുണ്ടോ കൈ പൊക്കിയിട്ട്? അമ്മൂസേ, എന്താ അപ്പോ? ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അയ്യോ 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 അയ്യോ. അപ്പൂന് പൊങ്ങാൻ വയ്യ. അയ്യോ അമ്മു എന്തിയേ? അമ്മുക്കുട്ടിയുടെ അമ്മു വാ, ഓടി വാ. ഇങ്ങോട്ട് വന്നേ. അവളാണ് രസം. ഇനി വിളിക്കും നമ്മളെ. അങ്ങ് അടുത്തോട്ട് വന്ന് വാ അമ്മു. അമ്മുന് ബിസ്ക്കറ്റ് വേണോ? അമ്മു എസ് പോലെ നിൽക്കത്തോടെ. അമ്മു ആ മരമൊക്കെ ഒരു പരുവമാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ മണ്ണില്ല കൃഷി വിജയം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ മണ്ണില്ലാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൃഷി ആയിരിക്കേണ്ട, എന്തായാലും ചെയ്തു നോക്കുക. ന്യൂസ് പേപ്പറും കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ? അത് കരിയിലില്ലാത്തവർക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം, നല്ലത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.